ഹലോ. കുറച്ച് നാളായിട്ട് വീഡിയോ ഇട്ടിട്ട് അപ്പൊ നമ്മളിന്ന് അമ്പലത്തേക്ക് പോവാൻ നിക്കാണ് കേട്ടാ. കർക്കട ഭാവമായിട്ട് നമ്മൾ അമ്പലത്തേക്ക് പോവാൻ നിക്കാണ്. അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാവിലെയൊക്കെ കുളിച്ചിതാ റെഡി ആയിട്ടുണ്ട്. ചുരിദാറും ചേട്ടൻ മുണ്ടാണ്. ഉണ്ണിയോ മുണ്ടാണ് അല്ലേ? നമ്മള് ശിവൻകോവിലേക്കാണ് കേട്ടാ പോണത്. നമ്മുടെ അടുത്തുള്ള ശിവൻകോവിലേക്കാണ് പോണത്. അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ ഇപ്പൊ ഇല്ല. രാവിലെ എണീറ്റപ്പോ നല്ല മഴക്കാറുണ്ട് കേട്ടാ. എപ്പോ വേണമെങ്കിൽ പെയ്യാം. ഇരുട്ട് കുറ്റി നിക്കുന്നുണ്ട്. അതെ. അപ്പൊ ഞങ്ങള് തൊഴുതിയിട്ട് പായസത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തൊഴുതിയിട്ട് എന്റെ വീട്ടിലോട്ടാണ് പോണത്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് ഊണ് അവിടെയാണ്. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് നമ്മുടെ വീട്ടിലെത്തുള്ളൂ അല്ലേ? അതെ. അനുകൂട്ടാ ഒന്നും പറയാനില്ലേ? ഇല്ലെന്നാ എന്തെങ്കിലും ഒന്ന് പറയടാ. എനിക്ക് കുറച്ച് വയ്യാകിയായിരുന്നു. ജലദോഷം, പനി, ചുമയൊക്കെ ആയിരുന്നു. സൗണ്ട് ചെറിയ ഒരു വ്യത്യാസം അറിയായിരിക്കും സംസാരിക്കുമ്പോ. അപ്പോ അതൊക്കെ കുറച്ച് റെഡിയായി വരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇന്ന് എന്താണെങ്കിലും ഒന്ന് അമ്പലത്തേക്ക് പോണം. നല്ല ദിവസമല്ലേ? അപ്പൊ അമ്പലത്തേക്കൊക്കെ പോയി. സ്കൂളുകളൊന്നും ഇല്ലല്ലോ, അവധിയാണെന്ന്. അപ്പൊ അവനും പിടിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് അമ്പലത്തിൽ എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ അമ്പലം എത്താറായി. മഴ അല്ലേ? കേറി വരുന്ന സമയത്ത് മഴയായിരുന്നു. ഇതാ ഞങ്ങളതാ പ്രസാദമൊക്കെ അതാ അമ്പലത്തില് പുഷ്പാഞ്ജലി കഴിച്ചു. 3 പേരുടെ പേരില് പുഷ്പാഞ്ജലി കഴിച്ചു. പായസം മേടിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പിടിക്കാം? ഒരു മിനിറ്റ്, പായസം കഴിച്ചു തരാം. കടുമധുര പായസമാണ് ഇതാ. ഇന്ന് ചേട്ടന്റെ നാളാണ്. അപ്പൊ ഞാൻ ഇന്നലെ തന്നെ പായസത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ മേടിച്ചു. ഇനി നമ്മള് എന്റെ വീട്ടിലേക്ക് ചാത്തമംഗലം അവിടേക്കാണ് പോണത്. എന്റെ കയ്യിലൊക്കെ പായസവും പിന്നെ ഭസ്മൊക്കെയാണ്. അപ്പൊ അതൊന്ന് വൃത്തിയാക്കണം. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും അല്ലേ, ഫുഡ് അവിടെ നിന്നാണ് ഉച്ചക്ക്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ കാലത്ത് അതന്നെ. ഇന്നത്തെ ഫുള്ള് അവിടെയാണ്. ഇന്ന് രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം അറിയില്ല. വൈകുന്നേരം തിരിച്ചു വരണം. അപ്പൊ ഇത് എവിടെ വെക്കാം ഞാൻ നോക്കിക്കൊണ്ട് പിടിക്കാല്ലേ, പോവാല്ലേ? ഗൈസ്, അപ്പൊ നമ്മൾ ശോഭന്റെ വീട് എത്തിയിട്ടുണ്ട്. പക്ഷെ ശോഭനെ കാണാനില്ല. എവിടെയാണ് നോക്കട്ടാ. ശോഭേ അടുക്കളയിലെത്തിയില്ലേ? അടുക്കളയില് ഭയങ്കര വിശപ്പ് പറഞ്ഞില്ലേ? നല്ല നാടൻ ദോശയും സാമ്പാറും. നാടൻ ദോശ പറഞ്ഞാൽ നെയ് റോസ്റ്റോ നെയ്യോ അങ്ങനെ ഒന്നും ഒഴിച്ചിട്ടില്ല. സാധാ ദോശ, മൂത്തപ്പം പോലെ. എന്താണ് പണിയൊക്കെ കഴിഞ്ഞാ? ഇതെന്താണ് അടുക്കളയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലോ. പായസം എന്ത് പായസം? പരിപ്പ് പായസം. അതെന്താണ്? ചിക്കൻ കറി ആവുന്നത്? നാടൻ കോഴി കറി. നാടൻ കോഴി എവിടെ? നാടൻ കോഴി ഇതാ അവിടെ ഉണ്ട് അല്ലേ ഗൈസ്? അപ്പൊ ഇന്ന് നാടൻ കോഴി കറി വെച്ചിട്ടില്ല. അത് കറി വെക്കാത്തതാണ്. ഉച്ചക്കൊരു പൊരി പൊരിക്കണം. അതെ. പപ്പടമൊക്കെ ഇല്ലേ? പപ്പടവും പഴവും പായസവും ലാസ്റ്റ്. അതിന്റെ മുമ്പ് നമ്മുടെ നാടൻ കോഴി കറി. ഇരുന്ന് കഴിക്കാനുള്ള സമയമില്ല, അതുകൊണ്ടാണ് നിന്ന് കഴിച്ചത്. ഇത് നോക്കണ്ടേ? കുരുമുളക് മാത്രം ഇട്ടിട്ട് വെച്ചാൽ മതി. നല്ല കുരുമുളക് വറുത്തരച്ച് പൊടിച്ച് എന്നൊരു പിടുത്തം പിടിക്കല്ലേ? അതാണ് ഞാൻ കുറച്ചാ ദോശ കഴിക്കുന്നുള്ളൂ. ഉച്ചക്ക് ഒരു പിടി പിടിക്കാൻ. നിങ്ങൾ കഴിച്ചില്ലേ? ഞാൻ വന്നതും കഴിച്ചു. സിനിമ കണ്ടോണ്ടിരിക്കാണ് ഇവന് തന്നെ പണി. നീ കഴിച്ചു കഴിഞ്ഞില്ലേ? എന്താ എത്ര നേരം ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കാൻ തുടങ്ങിയിട്ടാ. ഇതുവരെ അവന്റെ കഴിച്ചു കഴിഞ്ഞിട്ടില്ല. വേഗം കഴിക്കി. ഡ്രസ്സുകള് ഒന്നും അവിടെ മാറ്റി വെച്ചിട്ടില്ല അല്ലേ? കവറ് നമ്മൾ കൊണ്ടുവന്നത് അതൊക്കെ എടുത്ത് വെക്കാം. നീ കഴിച്ചിട്ട് അച്ഛൻ പേപ്പർ വായിക്കാണ് അല്ലേ? പേപ്പർ വായിക്കും. ശോഭന്റെ അച്ഛനാണ് പേപ്പർ വായിക്കാണ്. നീ ഒരവിടെ ഇരുന്ന് കഴിക്കുക ശോഭ. അതേ സമയമില്ല. വേഗം കഴിച്ചിട്ട് കുറച്ച് പണികൾ അമ്മനെ സഹായിക്കാനുണ്ടല്ലോ.
അതൊക്കെ ചെയ്യും. കഴിക്കൂ അനു, വേഗം കഴിക്ക്. ആ എൻ്റെ ചായ കുടിക്കട്ടെ. ഓ, കുക്കിംഗ് നിങ്ങളാണോ? നാടൻ കോഴി ആയതുകൊണ്ടേ നാടൻ സ്റ്റൈലില് വെക്കണം. അപ്പൊ വായിൽ വെക്കാൻ പറ്റുമോ? വായിൽ വെക്കല്ല, വായില് അമ്മായിയമ്മയും മരുമകനും കൂടിയിട്ടാണ് അടുക്കളയിൽ പണി. അപ്പൊ ഞാൻ ഇന്ന് ഫ്രീ ആണ്. എന്താണ്? കയ്യിൽ നെയ്യണതുകൊണ്ട് കയ്യിൽ തെറിച്ചു. മമ്മേ, ഞാൻ അടച്ചു വെച്ചിട്ട് വിസിലടിപ്പിക്കാം അല്ലേ? എത്ര വിസിൽ വേണ്ടി വരും? നാടൻ കോഴി ആയതുകൊണ്ട് 3 വിസിൽ മതി അല്ലേ? അപ്പൊ നമ്മുടെ പരിപാടി കിട്ടുന്ന ഇന്ന് മൊത്തം ഫുൾ ഒഴിക്കാം അല്ലേ? കൊറേ നേരമായി ഇളക്കാൻ തുടങ്ങിയിട്ട്. നന്നായിട്ട് സെറ്റ് ആവട്ടെ. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി 3 വിസിൽ വന്ന ശേഷം നമുക്ക് അടുത്ത പരിപാടി നോക്കാം അല്ലേ? ഇനി ഇതെന്താ സാധനം? പായസത്തിലിടാൻ എന്താന്ന്? അണ്ടിപ്പരിപ്പ്, മുന്തിരി. നെയ്യിലാണ് ഇതല്ലേ? നെയ്യിലാണ് വറക്കണ അല്ലേ? ആ സെറ്റായാ? നെയ്യിലാണ് പരിപാടി അല്ലേ? പായസവും ഇളക്കി കൊടുക്കാം അല്ലേ? അപ്പൊ നല്ല പരിപ്പ് പായസം. പപ്പടവും പഴവും കൂട്ടിട്ടാണ് അല്ലേ അതിന്റെ? പപ്പടം എനിക്ക് 2 വേണം കേട്ടോ. എനിക്ക് 4. അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ആവട്ടെ അല്ലേ? എന്നിട്ട് നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് നമ്മുടെ പരിപാടി കുറച്ച് ചെയ്യാനുണ്ട്. അപ്പോഴേക്കും വിസിൽ വരട്ടെ. ഇത് മൂടി വെക്കാം അല്ലേ? മറ്റേ കോഴിയുണ്ടാ? മറ്റേ ചിക്കൻ വറക്കാൻ വേണ്ടിട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട്. സാധാ ബോയിലർ കോഴിയല്ലേ? ബോയിലർ കോഴി. ഇതാണ്. ഇത് ഉണ്ടല്ലോ, അത്യാവശ്യം ഉണ്ട്. എന്തിനാണ് കുമ്പളങ്ങ ഇട്ട് വെക്കാൻ വിചാരിക്കണതേ? നാടൻ കോഴി ഉണ്ടാകുമ്പോ ഇതിന്റെ ആവശ്യമില്ല ശരിക്കും. പക്ഷെ ഇത് നാടൻ കോഴി പറയുമ്പോ കുറച്ചല്ലേ, ഇപ്പൊ നാടൻ കോഴി കിട്ടാനേ വഴിയില്ല. അപ്പൊ അമ്മ ശരി, നമുക്കൊരു കാര്യം ചെയ്യാം, വറുത്തെടുക്കാം. വറുക്കാനാ? പകുതി വറുത്തിട്ട് പകുതി വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സെറ്റ് ചെയ്യാം. കുമ്പളങ്ങിലൂടെ പകുതി ഇടാം, പകുതി വറുക്കും ചെയ്യാം. ഓക്കെ. ഇനി എന്തൊക്കെ കഴിക്കും? ഞാൻ എന്തധികം കഴിക്കില്ല. വൈകുന്നേരം പോകുമ്പോ പാർസൽ വീട്ടിൽ കൊണ്ടുപോകാം അല്ലേ? അത് ശരി, നല്ല കാര്യം. പിന്നെ നമുക്ക് 2 ദിവസത്തേക്കുള്ള ഫുഡ് കറി നമുക്ക് നോക്കണ്ട, ഇതന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ തന്നെ കഴുകിയെടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ മമ്മിയൊക്കെ കഴുകിയിട്ട് കൊണ്ടുവരും. ബാക്കിയുള്ളത് ഇവിടെ വന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ കുറച്ചു നേരം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. ഓക്കെ. അപ്പോ ഗൈസ്, നമുക്ക് ഷോർട്സ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത പരിപാടി ആണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അടുത്ത പരിപാടി ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു ഷോർട്സ് എടുത്തിട്ട് വരാം. കം ഓൺ ശോഭേ. അപ്പൊ നിന്റെ വീടൊന്ന് കാണിച്ചു കൊടുക്ക്. ഇതാണ് വീട്. നമ്മൾ നേരത്തെ ഇവിടെ നിന്നാണ് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് എടുത്തത് കൊണ്ടാണ് ഞങ്ങളിതാ ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. പിന്നെ ഇതാ എൻ്റെ ഒരു ചെറിയ വീടോട് ചേർന്നിട്ട് ഇത് ചെറിയച്ഛൻ്റെ വീടാണ് കേട്ടോ. ശോഭന്റെ ചെറിയച്ഛൻ്റെ വീടാണ്. അതുപോലെ തന്നെ ഇതും ഈ ശോഭയുടെ വീടിൻ്റെ ചേർന്ന് തന്നെയാണ് ഈ വീടും. അതൊരു ചെറിയച്ഛൻ്റെ വീടാണ്. അതുപോലെ തന്നെ ഒറ്റ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അതും വേറൊരു ചെറിയച്ഛൻ്റെ വീടാണ് കേട്ടോ. മൊത്തം 4 പേരാണ്. എൻ്റെ അച്ഛനാണ് മൂത്താള്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് മാക്സിമം ആദ്യമൊക്കെ നേരത്തെ വീഡിയോസും ഡാൻസൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് എടുത്തിരുന്നത്. കണ്ടാൽ മനസ്സിലാവും, പഴയ വീഡിയോസൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. ചേട്ടൻ്റെ നാളായിട്ടേ ഇന്ന് അമ്പലത്തിൽ പായസത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ ചെറിയമ്മമാർക്കൊക്കെ ഒന്ന് കൊടുക്കാൻ പോവാണ്. ആ വീടൊന്ന് പരിചയപ്പെടുത്തി തരാം.
ഞാൻ പ്രസാദം ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ലെന്ന് ഇതെന്താ വെളിച്ചം കുറവ് പോലെ തോന്നുന്നു. അമ്പലത്തില് പ്രസാദമാണ് അപ്പൊ തരാൻ എന്താ പണി? ഇതൊന്നും ഇടണ്ടേന്ന് ഇതന്നെ ഇടുവുള്ളൂ. അത് അവിടുത്തെ അടുക്കള ഇതിനേക്കാളും പ്രശ്നമാണ്. എന്താ ഭക്ഷണം ഇന്ന് ഭക്ഷണം എന്താണ് ഇവിടെ? അതെയാ അതെ. അപ്പൊ ഇന്ന് സ്പെഷ്യൽ ഇവിടെ ഒന്നുമില്ല. അല്ല ഇവിടെ സ്പെഷ്യൽ ഒന്നും ഇല്ലേ? സ്പെഷ്യൽ ഇല്ല. ആ കുളിയൊക്കെ കഴിഞ്ഞു അല്ലേ? രാവിലെ ഭക്ഷണം കഴിച്ചാ? രാവിലെ അതായത് വീഡിയോ എടുക്കാൻ ചമ്മലായിട്ട് നേരത്തെ പറഞ്ഞുകൂടെ എന്നാണ് ചെറിയമ്മ പറഞ്ഞത്. ഞങ്ങളൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാണ് വന്നത് കേട്ടോ. അമ്പലത്തിൽ പോയതാണേ പായസം. ഇത് വേറെ ചെറിയ ആ അറ്റത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ വീടാണ്. അവിടെ നിന്നായപ്പോ നമുക്ക് നേരെ കാണാൻ പറ്റിയില്ല. ഇപ്പൊ കണ്ടില്ലേ? ഞാൻ അമ്പലത്തിലേക്ക് പോയതാണ് രാവിലെ. അപ്പൊ പ്രസാദം കൊണ്ടുവന്നതാണ് എല്ലാവർക്കും. ഇത് വേറെ ഒരു ചെറിയമ്മയാണ് കേട്ടാ. രണ്ടാമത്തെ അച്ഛൻ്റെ താഴെ രണ്ടാമത്തെ ചെറിയച്ഛനാണ്. അപ്പൊ അവന്റെ വീടാണിത്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണിത്. അപ്പൊ ചെറിയച്ഛൻ ഡ്യൂട്ടി പോയി ഇല്ലേ ചെറിയമ്മേ? ശോഭന്റെ മുത്തശ്ശനും മുത്തിയും മരിച്ചുപോയി. അവരുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുകയാണ്. കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസമാണ് ഈ ചടങ്ങ് ചെയ്യുന്നത്. ശോഭ കാക്കനെ വിളിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ചോറ് വിളമ്പ. ഇത് കുമ്പളങ്ങ ഇറച്ചി തപ്പാണ്. ഇറച്ചി ഇട്ടിട്ടില്ലേ? ഇട്ടിട്ടുണ്ട്. ഞാൻ തപ്പാണ് ഏതാണെന്ന്. പിന്നെ നമ്മുടെ നാടൻ കോഴി കറിയാണ് കേട്ടത്. ഇത് എന്റെ ഇലയാണോ? ഇല്ല, ഇത് എന്റെ ഇല. നിങ്ങളുടെ ഇല അതാ. ചെറിയ ഇല എനിക്കും വലിയ ഇല നിനക്കല്ലേ? എനിക്ക് പപ്പടം പഴമൊക്കെ കുഴച്ച് കഴിക്കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വിളമ്പിട്ടുണ്ട്. പിന്നെ ഇതാ പഴം, പപ്പടം, പിന്നെ നല്ല പപ്പടം കേട്ടോ. പപ്പടം പിന്നെ ഏട്ടനും കൂടി വിളമ്പിയിട്ട് ഞങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അമ്മ കഴിച്ചാ? അമ്മ നേരത്തെ കഴിച്ച. അമ്മ ഇന്ന് രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ ഒരു നേരം കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഒരു നേരമോ കഴിക്കാൻ. കാക്കയ്ക്ക് വെച്ചതിന് ശേഷം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഉച്ചക്ക് ഊണ് ചടങ്ങ് ചെയ്യുന്ന സമയത്ത് കാലത്ത് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ. അപ്പൊ നിങ്ങക്ക് ഞാൻ വിളമ്പി തരുന്ന നിങ്ങൾ വിളമ്പിക്കോളൂ. ഞാൻ വിളമ്പാം. അപ്പൊ നാടൻ കോഴി തന്നെ പിടിക്കാല്ലോ ആദ്യം. അല്ല, ഞാൻ കുറച്ച് വിളമ്പിട്ടുണ്ട്. ചോറും ചാറും. നീ വിളമ്പിക്കോ, ഇനി എന്റെ ഒരു വിളമ്പലുണ്ടല്ലോ. ഇപ്പൊ കുമ്പളങ്ങി ഇറച്ചിയൊക്കെ നാടൻ കോഴി പപ്പടം എടുക്കാം. ചെറുപയർ പായസം അല്ലേ? അത് നമുക്ക് ലാസ്റ്റ് പായസം അല്ലേ? ഓക്കെ. ഇപ്പൊ പപ്പടം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പിടി പിടിക്കാൻ പോവാണ്. തുടങ്ങല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കഴിക്കാൻ പോവാണ്. കർക്കിടക വാവ് ദിവസം നല്ല നാടൻ കോഴി ഇറച്ചിയും കുമ്പളങ്ങ ചാറും പപ്പടവും പഴവും പായസവും. അപ്പൊ നല്ലൊരു ഭക്ഷണമാണ് ഇന്നത്തെ. അപ്പം കുറച്ച് വൈകുന്നേരം പോകുമ്പോ കുറച്ച് കറികളൊക്കെ കൊണ്ടുപോകും വീട്ടിക്ക്. അതിനും കൂടി ചേർത്ത് പാർസൽ ചെയ്യണമല്ലോ. അപ്പൊ അതാണ് ഇന്നത്തെ. നല്ല നന്നായിട്ടില്ലേ? നാടൻ കോഴിക്കറി. കുരുമുളക് കൂടുതൽ ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? ആ കുരുമുളകിന്റെ കാരം സൂപ്പറായിട്ടുണ്ട്. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഇനി നല്ല വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം. അടുത്തതിൽ വരാം. നിങ്ങളുടെ അവിടെ ഈ വാവ് ദിവസം ഇങ്ങനെയൊക്കെ ചെയ്യണ്ടോന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ കമന്റിലൂടെ പറയണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ അധികം വർത്താനം പറയണം നിൽക്കണില്ല. അടുത്ത വീഡിയോ കാണാം. അപ്പൊ എല്ലാവർക്കും
ബൈ 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 ബൈ.